സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ്റെ പെങ്ങള് മരിച്ച സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്ന അതാണ്. സഹോദരി മരിച്ചു, 37 വയസ്സേ ഉള്ളൂ, 3 മക്കളുണ്ട്. ക്യാൻസർ എന്ന് പറയുന്ന മാരകമായ രോഗം ബാധിച്ചാണ് മരിച്ചത്. ആ മയ്യത്ത് ആ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് പുറത്തു കൊണ്ടുപോവാണ്, പള്ളിയിലേക്ക് കൊണ്ടുവന്ന സമയത്താണ് വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നത്, ചെറിയ മക്കളല്ലേ, ഇന്നലെ രാത്രി കണ്ടതാണ് ഉമ്മാനെ, മയ്യത്ത് കൊണ്ടുവല്ല, ആ മക്കളൊന്ന് കണ്ടോട്ടെ. സഹോദരങ്ങളെ, 3, 15, 17, 5 വയസ്സുള്ള 3 മക്കൾ. ആ 3 മക്കളെയും കൊണ്ടുവന്നു. 2 ആൺകുട്ടികളും ഉമ്മാന്റെ മയ്യത്തിന്റെ 3 കെട്ടുകൾ കെട്ടിയ കെട്ടുകൾ മയിച്ചു കൊടുത്തു, മുഖം തുറന്നിട്ട് കൊടുത്തു. മക്കള് 3 പേരും 2 പേരും അവിടെ മുട്ടുകുത്തിയിരുന്ന് പായയിൽ കടത്തിയിരിക്കുന്ന മയ്യത്തിലേക്ക് നെറ്റിത്തടം വെച്ച് ആ നെറ്റിത്തടത്തിൽ മുത്തം വെക്കുകയാണ് 2 ആൺകുട്ടികളും. പിന്നെ കൊണ്ടുവന്നത് 5 വയസ്സുള്ള ചെറിയ മോളെയാണ്. ആ ചെറിയ മോളെ ഉമ്മാന്റെ മയ്യത്തിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നിരുത്തിയപ്പോ ആ പൊന്നുമോൾ എന്താ ചെയ്തെന്നറിയോ സഹോദരങ്ങളെ? ആ ഉമ്മാന്റെ മയ്യത്ത് കെട്ടിപ്പിടിച്ചിട്ട് കരയാൻ. എന്നിട്ട് ചോദിക്കാൻ, എൻ്റെ ഉമ്മച്ചീനെ എങ്ങോട്ടാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്? ഞാൻ ആരുടെ അടുത്താണ് ഞാൻ കിടന്നുറങ്ങുക? നിങ്ങളൊന്ന് ആലോചിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, നഷ്ടപ്പെടുമ്പോഴേ വില അറിയുള്ളൂ. നഷ്ടപ്പെടുമ്പം വില അറിയും. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഉമ്മ എൻ്റെ ഡ്രസ്സ് എവിടെ, എൻ്റെ ബെൽറ്റ് എവിടെ, എൻ്റെ ടേബ് എവിടെ, എൻ്റെ ചാർജർ എവിടെ? സഹോദരങ്ങളെ, കയറി ചെല്ലുന്ന സമയത്ത് അവിടെ ഉമ്മയില്ലാത്തൊരവസ്ഥ ഇങ്ങോട്ടൊന്ന് ആലോചിച്ചു, ചിന്തിച്ചു. ഉൾക്കൊള്ളാൻ പറ്റുമോ നമുക്ക് ആർക്കെങ്കിലും? അതിനെന്തറിയോ, ജീവിതത്തിൽ ഇങ്ങനെ കുറെ കൂട്ടുകാരന്മാരും കളിക്കാനും ചിരിക്കാനും ഇതിനൊക്കെ അവസരങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് തന്നെ തോന്നിപ്പോവാണ്, എനിക്ക് ആരുമില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. നഷ്ടപ്പെടുന്നവരോട്, വേദനിക്കുന്നവരോട് ചോദിച്ചു, ഉമ്മയില്ലാത്ത മക്കളോട് ചോദിച്ചു, എന്താണ് അതിന്റെ വേദന? അറിയ സഹോദരങ്ങളെ, ഞാൻ ഇപ്പോഴും ഓർക്കാണ്, എന്റെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരൻ ഉമ്മന്റെ മയ്യത്ത് കബറിലേക്ക് ഇറക്കി വെച്ചിട്ട് കബറിന്റെ അടുത്തൊന്നും പോരുന്നില്ലേ. അവനോട് ചോദിച്ചു, എന്തിനാ മോനെ ഇവിടെ ഇരിക്കുന്നത്, പോര്, വീട്ടിലേക്ക് പോവാണ്. ആ കുട്ടി പറഞ്ഞെന്തറിയോ, അതെ, ഞാൻ എന്തിനാ വീട്ടിൽ പോകുന്നത്? ഒന്ന് സംസാരിക്കാൻ പോലും എനിക്കൊരാളില്ല ജീവിതത്തിൽ. എൻ്റെ എല്ലാമാണ് എൻ്റെ ഉമ്മ, എൻ്റെ വാപ്പയാണ് എൻ്റെ ഉമ്മ, എൻ്റെ എല്ലാമാണ് എൻ്റെ ഉമ്മ. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒന്ന് സ്നേഹത്തോടെ, ഒന്ന് തലോടാൻ, ഒന്ന് മാറിലേക്ക് ചേർത്ത് പിടിക്കാൻ, ഒന്ന് നെറ്റിത്തടത്തിൽ ഒരു മുത്തം വെക്കാൻ ഒരു ഉമ്മയില്ലാത്ത വീട്ടിലേക്ക് ഞാൻ എങ്ങനെ കയറിപ്പോകും എന്ന് ചോദിച്ച ആ കുട്ടിയോട് എനിക്ക് പറയാൻ മറുപടി ഉണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ട മക്കളെ, മരിക്കുന്നതിന് മുമ്പ് മനസ്സിലായിക്കോളി, ഒരിക്കലും അവരുടെ കണ്ണ് നിറയരുത്. അവരുടെ അഭിമാനത്തിന് ക്ഷതം സംഭവിക്കുന്ന ഒന്നും നമ്മൾ ചെയ്യരുത്. നിങ്ങൾ അറിയോ എന്താ നമ്മുടെ നാടിന്റെ സ്ഥിതി? കഞ്ചാവിന്റെ കേസിൽ പിടിക്കപ്പെട്ടിട്ട് രാത്രി 12 മണിക്കും 1 മണിക്കുമാണ് വാപ്പാനെ ഉമ്മാനെ എവിടത്തേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നത്. ആ വാപ്പാന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന ഒരു പണിയും പ്രിയപ്പെട്ടവരെ, എന്റെ അനിയന്മാരെ, നിങ്ങൾ ചെയ്യരുത്, ദയവ് വിചാരിച്ച് ചെയ്യരുത്. ആ ഉമ്മാന്റെ മനസ്സ് നൊന്നിട്ട്, വാപ്പാന്റെ മനസ്സ് നൊന്നിട്ട്, ഏതെങ്കിലും ഒരു വാപ്പ, ഏതെങ്കിലും ഒരു ഉമ്മ മനസ്സ് നൊന്ത് കണ്ണിന്ന് കണ്ണീര് വന്നുകൊണ്ട് ദുആ ചെയ്താൽ അല്ലാഹ് പറയാൻ, തട്ടിക്കളയൂല പ്രാർത്ഥന, അല്ലാഹ് സ്വീകരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അനിയന്മാരെ, വല്ലതും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ വിനയത്തിന്റെ ഭാഷയിൽ, ഹൃദയത്തിന്റെ ഭാഷയിൽ ഇന്ന് വിളിക്കണം. നിങ്ങൾ മനോട് പറയണം, ഉമ്മച്ചിയെ, വാപ്പച്ചിയെ, ഇങ്ങനെയൊക്കെ ചെയ്തു പോയിട്ടുണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെ നിങ്ങളോട് പറഞ്ഞു പോയിട്ടുണ്ട്, ഉമ്മച്ചിയെ പുറത്തു തരണം. നിങ്ങളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ തൃപ്തി, നിങ്ങളുടെ കോപത്തിലാണ് അള്ളാഹുവിന്റെ കോപം. ഉമ്മച്ചിയെ, നിങ്ങളുടെ തൃപ്തി എനിക്ക് വേണം, എങ്കിലേ എനിക്ക് റബ്ബിന്റെ തൃപ്തി കിട്ടുള്ളൂ. നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് വേണം. ഇനി മുന്നോട്ടുള്ള ഓരോ കാലടിക്കും എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥന വേണം, എനിക്ക് നിങ്ങളുടെ പിന്തുണ വേണം, എനിക്ക് നിങ്ങളുടെ സഹായം വേണം, എനിക്ക് നിങ്ങളുടെ മാനസികമായും ശാരീരികവുമായുള്ള സഹായം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് എനിക്ക് പുറത്തു തരണമെന്ന് പറയാൻ ഇനിയും നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ വൈകിപ്പോയി. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ നിസ്കരിക്കണം, അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടണം, അവരുടെ കരാറുകൾ നമ്മൾ പാലിക്കണം. അതേപോലെ തന്നെ അവർ മുഖേനയുള്ള സുഹൃത്തുക്കളെയും ബന്ധങ്ങളെയും നിലനിർത്താൻ നമുക്ക് കഴിയണം.